നമസ്കാരം. ഇലക്ഷൻ തൊട്ടടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 2 പ്രാവശ്യം തുടർച്ചയായി LDF സർക്കാരിന് നമ്മുടെ സംസ്ഥാനം ഭരിക്കാൻ കഴിഞ്ഞു. ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് 2ാം പ്രാവശ്യം 2021 വീണ്ടും സഖാവ് പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിലേറിയത്. കാരണം ആ 5 വർഷത്തെ ഭരണ മികവ് അതുതന്നെയാണ് 2ാം പ്രാവശ്യം 2021 അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ 2026 നിയമസഭ ഇലക്ഷൻ നടക്കുമ്പോൾ കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വീണ്ടും LDF സർക്കാരിന് അധികാരത്തിൽ ഏറ്റേണ്ടതുണ്ട്. ഇതൊരു സാധാരണക്കാരുടെ ആവശ്യമാണ്. ഇപ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇതൊരു സെമി ഫൈനലാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇത് ഒരു ദിവസം തന്നെ ഉണ്ടായതൊന്നല്ല. വികസനം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു പ്രോസസ്സിംഗ് അല്ല, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ദിവസം കൊണ്ടുണ്ടാവുന്നത് ഒരു ദിവസം നിന്നു പോകുന്നതുമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിന് ഇച്ഛാശക്തിയുള്ള ആർജവമുള്ള സർക്കാരുകൾ ആവശ്യമാണ്. മുൻപത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 5 വർഷം ഭരിക്കും, അത് കഴിയുമ്പോൾ UDF അധികാരത്തിൽ വരും, അപ്പം ചെയ്തു വെച്ചതെല്ലാം വെള്ളത്തിലാവുന്നൊരവസ്ഥയാണ്. എന്താണെങ്കിലും തുടർച്ചയായി 10 വർഷം അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞത് അതിൻ്റെ ഗുണം നമ്മുടെ അടുത്ത സാധാരണക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേടിയിട്ടുള്ള ഈ വികസനവും പുരോഗതിയും ഒക്കെ നിലനിൽക്കണമോ എന്നുള്ളതാണ് ചോദ്യം. അതല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് പോവും. നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എന്ന് പറയുന്നത് പഞ്ചായത്ത് മേഖലയിലൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ട് കാണുന്നൊരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാന പാതകളെല്ലാം തന്നെ വളരെ മികച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകളാണ് അല്ല. ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്. പ്രധാനമായിട്ടും ഗതാഗതമാണ്. ഗതാഗതം നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമാണ് നാടിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. വിഴിഞ്ഞം പദ്ധതി പോലുള്ള വൻകിട പദ്ധതികൾ, ദേശീയപാത അല്ലേ, ഈ പറഞ്ഞ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസിൽ അടച്ചുപൂട്ടി പോയതാണ് UDF ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് നടപ്പിൽ വരുത്താൻ ആർജവമുള്ള ഗവൺമെൻറ് വേണം. 6000 കോടി 5850 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനം കൊടുത്തത്, ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട്. മറ്റൊരു സംസ്ഥാനവും കൊടുത്തിട്ടില്ല അങ്ങനെ.